ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോയിലേക്കാട്ട് പോകുന്നത് കടുക്ക കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. നമ്മൾ പറിച്ച് കൊണ്ടുവന്ന കടുക്ക ഓരോന്നായിട്ട് അതിൻ്റെ പുല്ലിൽ നിന്ന് ഇങ്ങനെ പറിച്ച് മാറ്റി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് വേവിക്കാൻ വെക്കാൻ കേട്ടോ. കണ്ടാകുന്ന ഓരോന്ന് നമ്മൾ വലിച്ച് ആ പുല്ലൊക്കെ പോക്കണം. നമ്മൾ എന്നിട്ട് വേവിക്കാം. നല്ലോണം കഴുകണം കേട്ടോ. അതിൻ്റെ വെള്ളമാണ് നമ്മൾ കറി വെക്കാൻ എടുക്കുന്നത്. ആ വെള്ളം ഒഴിച്ചാലൊരു കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ അടുപ്പത്താട്ട് വെക്കുന്നത്. നമ്മൾ ഗ്യാസ് തീർന്നതിനൊപ്പം ഞങ്ങൾ അടുപ്പിലാണ് നിന്ന് വെക്കാൻ പോകുന്നത്. നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഫുള്ളും വായ തുറന്നിരിക്കണം. നന്നായി വായ തുറന്ന് നിൽക്കുകയാണ്. എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം വായ തുറന്നിരിക്കണം. നമുക്കിതിൻ്റെ ഉള്ളത്തെ ഇറച്ചി വേറാക്കുക, അതിൻ്റെ തോട് വേറാക്കുക. ആദ്യം തോട് വേറെയാക്കാൻ നോക്കട്ടോ. നല്ല ചൂടുണ്ട്. അതിൻ്റെ വെള്ളം ഞങ്ങൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഞങ്ങൾ ആദ്യം തോടാണ് ഇതിന് മാറ്റി വെക്കാൻ പോണത്. കണ്ടോ, കടുക്ക വേറെ തോട് വേറെ, അങ്ങനെയാണ് ശ്രീയേരി മാറ്റി വെക്കുന്നത്. നന്നാക്കുന്നുണ്ടോ? അപ്പോഴേ പറഞ്ഞില്ലേ കൈ കൊടുക്കും മതി മതി ശരിയായിരുന്നു. ഇതിന്ന് കാഷ്ടം പോകാം. ഇതാണ് അതിൻ്റെ കാഷ്ടം. ഇത് ഉണ്ടാവും അടുത്ത് പോകും. നമ്മൾ അതിൻ്റെ കാഷ്ടം പോയിക്കൊണ്ടിരിക്കുക. കുറേ ഉണ്ട് കേട്ടോ. നല്ലോണം വൃത്തിയാക്കണം. എല്ലാം വയറുവേദനയൊക്കെ വരും. ചിലവരൊക്കെ ഇത് അങ്ങനെ തന്നെ തിന്നും. എന്നാലും ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് ഇത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കൊടുക്കാൻ ആഗ്രഹിച്ചു. ആദ്യം തക്കാളി ഒരു ചട്ടി എടുക്കുക. തക്കാളി, മുളക് നമ്മൾ കേകി വെച്ച കടുക്ക കേട്ടോ. എന്നിട്ട് തക്കാളി, ഉള്ളി, മുളക്, വാഴക്ക അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ച വെള്ളമാണ്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ കലക്കിയിട്ട് ഈ വെള്ളവും അങ്ങോട്ട് ഒഴിച്ചാൽ വാഴക്ക ചെറുതാക്കിയിട്ട് ഇട്ടാൽ വാഴക്ക ഇട്ടാൽ വേറെ രസമാണ് കൂട്ടാൻ. വാഴക്ക, തക്കാളിയും കരിവേപ്പില. അപ്പോൾ അത് ഇറച്ചി മസാലപ്പൊടി ഉണ്ട്. തേങ്ങയിട്ട് മുളകും പൊടി ഇട്ടൊക്കെ ഇട്ട് നന്നായി ഒന്ന് കൂട്ടി കുഴച്ച് കലക്കിയിട്ട് നമ്മൾ ഈ കടുക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കടുക്കയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അടുപ്പിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഗ്യാസ് തീർന്നിട്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഗ്യാസിൽ തന്നെയാണ് വെക്കുക. ഇന്ന് അടുപ്പിലാണ് വെക്കാൻ പോകണത്. അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെക്കാം. ഇത് നല്ലോണം തിളച്ച് ഇതായാൽ ഞങ്ങൾ കറി റെഡിയാവട്ടും. ഞാൻ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കുന്നത്. തിളച്ച് കൊണ്ട് നിൽക്കുമ്പോഴാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒറ്റിച്ചെടുത്തത്. വറവിടാൻ ഞാൻ വിചാരിച്ചത്. പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ മേലേക്ക് ഒറ്റിച്ചെടുത്തു. നല്ലോണം തിളച്ച് ഇതായിക്കും. ആവിയൊക്കെ വന്നിരിക്കുന്നത് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നല്ല മണം കേട്ടോ, സൂപ്പർ മണമാണ്. നമ്മൾ ചട്ടിയൊക്കെ മാറ്റി വെച്ച് നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കാൻ പോവാണ്. ഇറക്കിയിട്ട് കാട്ടിത്തരാം, ഇളക്കി കാട്ടിത്തരാം കേട്ടോ. കണ്ടാ നല്ല വറ്റി വന്നിരിക്കുന്നു. കുറേ ആൾക്കാരുണ്ടായതിനെ കൊണ്ട് ഞങ്ങളിത് അധികം വറ്റിച്ചിട്ടില്ല. എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.